ശുചിത്വം കേവലം ഒരു വ്യക്തിഗത ആവശ്യമല്ല, മറിച്ച് സ്ത്രീകളുടെ ആരോഗ്യത്തെയും നമ്മുടെ പരിസ്ഥിതിയെയും ഒരുപോലെ ബാധിക്കുന്ന വലിയൊരു വിഷയമാണ്. വിപണിയിൽ ലഭ്യമായ സാനിറ്ററി നാപ്കിനുകളുടെ അശാസ്ത്രീയമായ ഉപയോഗവും അവയിലെ രാസവസ്തുക്കളും മാരകമായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നുണ്ടോ എന്ന ഗൗരവകരമായ അന്വേഷണമാണ് ഈ പ്രൊജക്ടിലൂടെ നടത്തുന്നത്. കണ്ണൂർ സൗത്ത് BRCയുടെ നേതൃത്വത്തിൽ കടമ്പൂർ HSS, മുഴപ്പിലങ്ങാട് GHSS, തോട്ടട GHSS എന്നീ വിദ്യാലയങ്ങളിലെ 30 കുട്ടി ഗവേഷകരാണ് ഈ പഠനത്തിന് പിന്നിൽ പ്രവർത്തിച്ചത്. തുടർ പ്രവർത്തനങ്ങൾക്കായി കുടുംബശ്രീ മിഷന്റെ സഹകരണവും ഈ പ്രൊജക്ടിനുണ്ട്. വിദഗ്ധരായ ഡോക്ടർമാരുടെയും അധ്യാപകരുടെയും മാർഗനിർദ്ദേശത്തിൽ ആർത്തവ ശുചിത്വത്തെക്കുറിച്ചും ആരോഗ്യത്തെക്കുറിച്ചും പുതിയൊരു അവബോധം സൃഷ്ടിക്കുകയാണ് ഈ കുട്ടിശാസ്ത്രജ്ഞർ. ഗവേഷണത്തെക്കുറിച്ചുള്ള കൂടുതൽ വിശദാംശങ്ങൾ പങ്കുവെക്കാനായി നമ്മോടൊപ്പം ചേരുന്നു പുണ്യ കെ, നന്ദിത ബിനോയ്. അമ്മാ അമ്മാ ഇതോടെ പോയിനി, ഒന്ന് വന്നോട്. അമ്മേ എന്തെന്നാ ഇങ്ങനെ വിളിച്ചോണ്ടിരിക്കുന്നേ? അമ്മ അത് പിന്നെ എന്നാ വെച്ച് വേഗം പറ, പോണോ? അമ്മ പോവല്ല, എന്നാ നമുക്ക് പീരിയഡ്സ് ആയെന്ന് തോന്നുന്നു. പീരീഡ്സ് ആയിരുന്ന വയറുവേനയുണ്ടാ? വയറുവേനൊന്നും ഇല്ലെന്ന്. പിന്നെന്നാ? അത് പിന്നെ ഇപ്പൊ ഇങ്ങനെ പറയുവാ. എന്താ വെച്ച് വേഗം പറഞ്ഞാ പോട്ടെ. അമ്മ പോവല്ല, എനിക്ക് ചുറിച്ചിലെടുക്കുന്ന പോലെ. നീ പാഡ് മാറ്റിയില്ല അല്ലേ? അതെന്നെ അത് പിന്നെ ആൾക്കാരെ പാഡ് അല്ലാണ്ട് അമ്മ അത് പിന്നെ നമുക്ക് ചൊറിച്ച് നല്ലോണം ഉണ്ടല്ലോ. ഡോക്ടറെ കാണിക്കാം. ഡോക്ടറെ കാണിക്കാനാ? ഞാനാ ഡോക്ടറെ കാണിക്കാം. നമുക്ക് ചമ്മലാവും. ചമ്മലൊന്നും വിചാരിച്ചിട്ട് കാര്യമില്ല, അല്ല പിന്നെ വലിയ രോഗാവും. അമ്മേനോട് ആരാ പറഞ്ഞു? നീ ഇന്നലെ ഫോണിൽ കണ്ടില്ല, പാഡെല്ലാം മാറ്റാണ്ട് കുറെ നേരം വെച്ച് കഴിഞ്ഞാൽ വലിയ പ്രശ്നങ്ങളാവും. നമുക്ക് അതുകൊണ്ട് ഡോക്ടറെ കാണിക്കാം. അപ്പൊ ഞാൻ ചത്തു പോവാ? ഇല്ല, വാ. അല്ല കൂട്ടുകാരെ, പീരിയഡ്സിന്റെ സമയത്തുണ്ടാകുന്ന ഇത്തരം ഇച്ചിങ്ങും പ്രശ്നങ്ങളും നിങ്ങളിൽ പലർക്കും ഉണ്ടാകാറില്ലേ? ഞാൻ പറഞ്ഞത് ശരിയല്ലേ? എത്ര പേർ ഇത്തരം പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ട്? ഇതിനെപ്പറ്റി പലവരും പല കാരണങ്ങളാണ് പറയുന്നത്. പക്ഷേ നമ്മൾ അത് വിശ്വസിക്കണോ? വേണ്ടല്ലേ? നമുക്ക് ഇതിന്റെ സത്യം മനസ്സിലാക്കണ്ടേ? ഒരു സർവേ നടത്തി ഞങ്ങൾ കൃത്യമായ വിവരങ്ങൾ ശേഖരിച്ചു. സർവേയിൽ നിന്ന് കണ്ടെത്തിയ വിവരങ്ങൾ ഞെട്ടിപ്പിക്കുന്നതായിരുന്നു. സർവേയിൽ പങ്കെടുത്തവരിൽ 84% പേരും കൃത്യമായ ഇടവേളകളിൽ പാഡുകൾ മാറ്റുന്നില്ല എന്ന് മനസ്സിലാക്കി. ഇതിൽ 35.8% പേർക്ക് പലതരത്തിലുള്ള അസുഖങ്ങൾ വന്ന് ഡോക്ടറുടെ സഹായം തേടിയതായി കണ്ടെത്തി. മാർക്കറ്റിൽ ലഭ്യമായ പ്ലാസ്റ്റിക് കോട്ടിംഗ് ഉള്ള പാഡുകൾ ഉപയോഗിക്കുന്നവരാണ് 84.2% ആൾക്കാർ. ഇത് പ്രകൃതിയെ ദോഷമായി ബാധിക്കുന്നില്ലേ? സർവേയിൽ നിന്ന് കണ്ടെത്തിയ വിവരങ്ങളുടെ വസ്തുത മനസ്സിലാക്കാനായി ഡോക്ടറുമായി ഒരു ഇന്റർവ്യൂ നടത്തിയാലോ? ഇന്റർവ്യൂ. ഗുഡ് മോർണിംഗ് ഡോക്ടർ. ഗുഡ് മോർണിംഗ്, വരൂ. ഡോക്ടർ, ഞങ്ങൾ നടത്തിയൊരു സർവേയിൽ സാനിറ്ററി നാപ്കിനുകളുടെ ഉപയോഗം മൂലം 35.8% പേർക്ക് പലതരത്തിലുള്ള അസുഖങ്ങൾ വന്ന് ഡോക്ടറുടെ സഹായം തേടിയതായി കണ്ടെത്തി. ഇത് ശരിയായിരിക്കുമോ? ഓക്കെ, ആരാണ് നിങ്ങളോട് അങ്ങനെ പറഞ്ഞത്? അവർക്ക് മറ്റസുഖങ്ങളുണ്ടോ എന്ന് നിങ്ങൾ അന്വേഷിച്ചില്ലേ? അത് സർവേയിൽ പങ്കെടുത്തവർ പറഞ്ഞത്. അവരെ ചികിത്സിച്ച് ഡോക്ടർ പറഞ്ഞു പാഡുകൾ മാറ്റി വേറെ പാഡുകൾ ഉപയോഗിക്കാൻ. അപ്പോ പാഡല്ലേ കാരണക്കാരൻ? കൂടാതെ അവർക്ക് മറ്റസുഖങ്ങൾ ഉണ്ടോ എന്നും സർവേയിൽ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അവർ പറഞ്ഞത് പകുതി ശരിയാണ്. കാരണം സാനിറ്ററി നാപ്കിൻ ശാസ്ത്രീയമായി ഉപയോഗിച്ചാൽ പീരിയഡ്സിന്റെ സമയത്തുണ്ടാകുന്ന അസുഖങ്ങൾ ഒരു പരിധിവരെ നമുക്ക് കുറയ്ക്കാൻ സാധിക്കും. പക്ഷേ സാനിറ്ററി നാപ്കിനുകളുടെ അശാസ്ത്രീയമായ ഉപയോഗം പല തരത്തിലുള്ള അസുഖങ്ങളിലേക്ക് നയിക്കാം. ഇത് ഡോക്ടറെ കാണിച്ചില്ലെങ്കിൽ ഗുരുതരമായ അവസ്ഥയിലേക്ക് നയിക്കും. അപ്പോൾ സാനിറ്ററി നാപ്കിൻ ശാസ്ത്രീയമായി, അതായത് 4 മുതൽ 6 മണിക്കൂർ കൂടുമ്പോൾ മാറ്റുക, പ്രൈവറ്റ് പാർട്സ് വൃത്തിയായി സൂക്ഷിക്കുക, പ്രൈവറ്റ് പാർട്സിൽ സോപ്പ് ഉപയോഗിച്ച് കഴുകാതിരിക്കുക എന്നിവയൊക്കെ ശ്രദ്ധിച്ചാൽ പീരിയഡ്സിന്റെ സമയത്തുണ്ടാകുന്ന ഇത്തരം അസുഖങ്ങൾ ഒരു പരിധി വരെ നമുക്ക് കുറയ്ക്കാൻ സാധിക്കും. അല്ല, ഈ പറഞ്ഞതൊക്കെ താൻ ചെയ്യാറുണ്ടോ? ഇല്ല ഡോക്ടർ. ഇത് തന്നെയാ ഇപ്പോഴത്തെ കുട്ടികളുടെ പ്രശ്നം. അപ്പോ സാനിറ്ററി നാപ്കിൻ അടങ്ങിയ കെമിക്കൽസ് ചിലവർക്ക് അലർജി ഉണ്ടാക്കിയേക്കാം. അവർ നിർബന്ധമായും കോട്ടൺ പാഡ് ഉപയോഗിക്കണം. പിന്നെ ഇപ്പോൾ പലവരും മെൻസ്ട്രൽ കപ്പ് ഉപയോഗിക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അൺഹൈജീനിക് ആയിട്ടുള്ള ഉപയോഗം മൂലവും അശ്രദ്ധ മൂലവും അവർക്ക് പലതരത്തിലുള്ള അസുഖങ്ങൾ വന്നതായി കണ്ടെത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ശ്രദ്ധയോടെ ഹൈജീനിക്കോടെ ഉപയോഗിക്കാൻ കഴിയുമെങ്കിൽ മാത്രം മെൻസ്ട്രൽ കപ്പ് ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ ധാരാളം വെള്ളം കുടിക്കണേ. ശ്രദ്ധിക്കുക, സാനിറ്ററി നാപ്കിനുകളുടെ അശാസ്ത്രീയമായ ഉപയോഗമാണ് പ്രശ്നം. അത് ഇൻഫെക്ഷൻസ് പോലുള്ള പ്രശ്നങ്ങളിലേക്ക് നയിക്കുന്നതാണ്. ഓക്കെ ഡോക്ടർ, താങ്ക് യു. വെൽക്കം. ഡോക്ടർ മിഥുനശ്രീയും ഡോക്ടർ അജിനയും പാഡുകളുടെ അശാസ്ത്രീയമായ ഉപയോഗ രീതി ഭാവിയിൽ പലതരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമായേക്കാം എന്ന് പറഞ്ഞു തന്നു.
റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തെ വരെ ബാധിക്കുന്ന പ്രശ്നങ്ങളിലേക്ക് സാനിറ്ററി നാപ്കിനുകളുടെ ഉപയോഗം നമ്മളെ കൊണ്ടുപോകും. മടി കാരണം രാവിലെ വെച്ച പാഡ് തിരികെ വീട്ടിലെത്തി മാറ്റുന്നവരിലെ നമ്മളിൽ പലരും ഈ സ്വഭാവം മാറ്റണേ, അല്ലെങ്കിൽ ഇൻഫെക്ഷൻസ് തുടർന്ന് റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തെ വരെ ബാധിക്കുന്ന പ്രശ്നങ്ങളിലേക്ക് നമ്മൾ പോകുമെന്ന് ഡോക്ടേഴ്സ് പറഞ്ഞു തന്നു. കൂടാതെ സർവിക്കൽ ക്യാൻസറിന് പാഡുകൾ ഒരു കാരണമായേക്കാം എന്ന് ആധികാരികമായി പറയാൻ സാധിക്കില്ലെന്നും അവർ പറഞ്ഞു തന്നു. അപ്പോ ആർക്കും ഒരു പ്രശ്നവും ഉണ്ടാക്കാത്ത ബയോഡീഗ്രേഡബിൾ ആയ ഒരു പാഡ് നിർമ്മിക്കാൻ സാധിച്ചാൽ അത് നന്നായിരിക്കില്ലേ? അങ്ങനെ ഞങ്ങളും ഒരു പാഡ് നിർമ്മിച്ചു. കോട്ടൺ ക്ലോത്ത്, പഞ്ഞി, ബട്ടർ പേപ്പർ എന്നിവ കൊണ്ട് നിർമ്മിച്ച ഞങ്ങളുടെ പാഡ് അബ്സോർബൻസി ടെസ്റ്റ്, പ്രഷർ ടെസ്റ്റ്, ബയോഡീഗ്രേഡബിലിറ്റി ടെസ്റ്റ് എന്നിവ നടത്തുകയും മാർക്കറ്റിൽ ലഭ്യമായ പാഡുകളുടെ അതേ ഗുണമേന്മ ഉള്ളതാണെന്നും ഞങ്ങൾ ഉറപ്പുവരുത്തി. ഞങ്ങൾ ചെയ്തത് ശരിയാണോ എന്നറിയാൻ ബാംഗ്ലൂരിലുള്ള UK ബേസ്ഡ് ഇന്റർടെക് ലാബിലേക്ക് അയച്ചു കൊടുത്ത് വിവിധ ടെസ്റ്റുകൾ നടത്തി ഗുണമേന്മ ഉറപ്പുവരുത്തി. അപ്പോ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നമുക്ക് ഒരു മാസം മിനിമം എത്ര പാഡ് വേണ്ടി വരും? നമുക്ക് തന്നെ അതറിയില്ല. അതിന് തന്നെ എന്നാ വലിയൊരു തുകയാകും അല്ലേ? എന്നാൽ കുറഞ്ഞ ചെലവിൽ നമുക്ക് വീട്ടിൽ തന്നെ നല്ല ഗുണമേന്മയുള്ള ഒരു പാഡ് നിർമ്മിച്ചൂടെ? അങ്ങനെ നിർമ്മിക്കാൻ ഒരു പരിശീലന ക്ലാസ് ഞങ്ങൾ സംഘടിപ്പിക്കുന്നുണ്ട്. അപ്പോ ക്ലാസ്സിന് നിങ്ങളും വരില്ലേ? പാഡുകളുടെ ശാസ്ത്രീയമായ ഉപയോഗ രീതി പരിചയപ്പെടുത്താൻ ഒരു ബോധവൽക്കരണ ക്ലാസും ഞങ്ങൾ സംഘടിപ്പിച്ചു. ഈ വിവരങ്ങൾ കൂടുതൽ പേരിലേക്ക് എത്തിക്കാൻ പഞ്ചായത്ത് തലത്തിൽ ഒരു ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിക്കാനും ഞങ്ങൾ തീരുമാനിക്കുന്നുണ്ട്. അപ്പോ ശ്രദ്ധിക്കുക, മെൻസ്ട്രൽ ടൈമിൽ ഹൈജീനിക്കോടെ ഒരു വിട്ടുവീഴ്ചയുമില്ലാതെ ഇരിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കണേ. എല്ലാവർക്കും പൂർണ്ണ ആരോഗ്യത്തോടു കൂടി ഇരിക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു. ക്വസ്റ്റ്യൻസ്, ചോദ്യങ്ങളുണ്ടോ ഇതുമായി ബന്ധപ്പെട്ട്? ഈ പാഡുകൾക്ക് പകരം മെൻസ്ട്രൽ കപ്സ് യൂസ് ചെയ്താൽ പോരെ? അതിനൊത്തിരി കോസ്റ്റ് ഒക്കെ കുറവല്ലേ? അത് പ്രൊമോട്ട് ചെയ്താൽ പോരെ? എന്ന് മെൻസ്ട്രൽ കപ്സ് അതാകുമ്പോൾ റീയൂസ് ചെയ്യാനും പറ്റും. അപ്പോൾ നമ്മൾ ഇത്ര അധികം ചിലവ് ആകത്തില്ല. നമ്മൾ ക്രിയേറ്റ് ചെയ്യാനാണെങ്കിൽ അതിന് അത്യാവശ്യം ചിലവും. പിന്നെ അത് നമ്മൾ ഓരോ യൂസിന് നമ്മളത് പിന്നെ നമ്മളത് മേക്ക് ചെയ്യേണ്ടി വരും. അതിന് പകരം ഇത് മെൻസ്ട്രൽ കപ്സ് യൂസ് ചെയ്യാൻ പറഞ്ഞാൽ മെൻസ്ട്രൽ കപ്പ് യൂസ് ചെയ്യുന്നതിന് കുഴപ്പമില്ല, പക്ഷേ നമുക്ക് പൊതുസ്ഥലത്ത് നിന്നാൽ മെൻസ്ട്രൽ കപ്പ് ഉപയോഗിക്കാൻ ഭയങ്കര പണിയായിരിക്കും. ഇപ്പം നമുക്കത് ഫില്ലായി കഴിഞ്ഞാൽ പിന്നെ ചൂടുവെള്ളം വേണം കഴുകിയിട്ട് ഉപയോഗിക്കാൻ. പിന്നെ ചൂടുവെള്ളം ഇല്ലാണ്ട് കഴുകിയിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നെ അത് വെക്കുമ്പോൾ നമുക്ക് പല ഇൻഫെക്ഷൻസും വരും. പിന്നെ നമ്മൾ ഈ ടച്ച് ഒക്കെ ചെയ്യുമ്പോൾ നമ്മളെ കയ്യിലുള്ള ഇൻഫെക്ഷൻസും ആ മെൻസ്ട്രൽ കപ്പിൽ വന്ന് നമുക്ക് ഉള്ളതിനെക്കാട്ടും ഇൻഫെക്ഷൻസ് ഒക്കെ ഇത് വരും. അപ്പോൾ ശ്രദ്ധയോടെ ഹൈജീനിക്കോടെ ഉപയോഗിക്കുന്നതിൽ കുഴപ്പമില്ല. പക്ഷേ ഇപ്പോൾ പല ആൾക്കാർക്കും അങ്ങനെ ഉപയോഗിക്കാൻ കഴിയൂല. അൺഹൈജീനിക് ആയിട്ടും അശ്രദ്ധ മൂലം പല അസുഖങ്ങൾ വന്നിട്ടുണ്ട്. പബ്ലിക് പ്ലേസസിന് നമുക്ക് ഉപയോഗിക്കാൻ പണിയായിരിക്കും. നമുക്ക് വേണ്ട ചൂടുവെള്ളമൊന്നും നമുക്ക് എല്ലാ സ്ഥലത്തുനിന്ന് കിട്ടണമെന്നില്ല. അപ്പം സാനിറ്ററി നാപ്കിനാണ് അതിന് നല്ലത്. പക്ഷെ ഇത് ലോങ് ലാസ്റ്റിംഗ് ആണ്. പിന്നെ നമുക്ക് ഇത് വേണമെങ്കിൽ നമുക്ക് പല സ്ഥലങ്ങളിലും ഇതൊക്കെ ക്ലീൻ ചെയ്യാനൊക്കെ ആയിട്ട് ഫെസിലിറ്റീസ് ഒക്കെ പല സ്ഥലങ്ങളും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സൗകര്യമുള്ള സ്ഥലത്ത് നമുക്ക് ഉപയോഗിക്കുന്നതിന് കുഴപ്പമില്ല. പിന്നെ കുട്ടികളെല്ലാം ഉപയോഗിക്കുമ്പം അത് നല്ല ശ്രദ്ധയോടെ ഉപയോഗിക്കണം. അപ്പം കുട്ടികളെല്ലാം ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധയുണ്ടെങ്കിൽ ഉപയോഗിക്കാം. ഇൻസേർട്ട് ചെയ്യുമ്പോൾ അങ്ങനെ ആക്കുമ്പോൾ നമ്മളെ കയ്യിൽ നിന്ന് വീണ് പോയാൽ പിന്നെ നമുക്കത് ഉപയോഗിക്കാനും പറ്റില്ല. പിന്നെ ഇത് കുറച്ച് എക്സ്പെൻസീവ് ആണ് താനും. അതായത് നമുക്ക് എപ്പോൾ ഇത് വാങ്ങിച്ച് വെക്കാനും പറ്റണമെന്നില്ല. അതുകൊണ്ട് ഇത് അത്രക്ക് നമുക്ക് സാനിറ്ററി നാപ്കിൻ പോലെ നമുക്ക് എന്നും ഉപയോഗിക്കാൻ പറ്റണം എന്നല്ല. പക്ഷെ നമുക്കിത് ശ്രദ്ധയോടെ ഹൈജീനിക്കോടെ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഇത് എന്താ പറയുക നല്ല സംഭവമാണ്. പക്ഷേ അത് അൺഹൈജീനിക് ആയിട്ടാണ് നമ്മളിൽ പലരും ഇപ്പോൾ ഉപയോഗിക്കുന്നത്. നമ്മൾ ഹൈജീനിക് ആയിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ ഒരു വട്ടം ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് കുറെ കാലത്തിന് നമുക്കത് ഉപയോഗിക്കാമല്ലോ. അപ്പോഴതല്ലേ നല്ലത്. അതെ, അത് പറ്റും. ഓക്കെ ഓക്കെ. പുതിയ മറ്റുള്ളവർക്കും കൂടെ ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ അവസരം കൊടുക്കണേ. അവിടെ ഒരാൾ. അപ്പോൾ നിങ്ങൾ പറഞ്ഞു ഒരു പാഡ് 4 തൊട്ട് 6 മണിക്കൂറിൽ കൂടുതൽ ഉപയോഗിച്ചാൽ ഇച്ചിങ്ങും അങ്ങനെ പലതരം രോഗങ്ങൾക്ക് കാരണമാകുന്നു. അപ്പോൾ ഇത് ഇങ്ങനെ ഉണ്ടാവുന്ന നിങ്ങൾ എങ്ങനെ കണ്ടുപിടിച്ചത്? ഏത് മെത്തേഡ്? നമ്മളൊരു സർവേ നടത്തിയപ്പോൾ സർവേയിൽ പങ്കെടുത്തവരിൽ 84% ആൾക്കാർക്കും ഈ ഇച്ചിങ്സും പ്രശ്നങ്ങളും 4% പേര് കൃത്യമായ ഇടവേളയിൽ പാഡുകൾ മാറ്റുന്നില്ല. അപ്പോൾ അതുമൂലം അവർക്ക് ഇച്ചിങ്സ്, ചുവന്ന തടിപ്പ്, ഇറിറ്റേഷൻസ് എന്നൊക്കെ വന്നതായി ഞങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. ഇതിപ്പോ കുറെ ആൾക്കാർ തുണി ഉപയോഗിക്കുമല്ലോ. ഇതിപ്പോ നിങ്ങ ഉണ്ടാക്കിക്കുന്ന പാഡിന് പകരം തുണി ഉപയോഗിച്ചാൽ പോരെ? അതിലിപ്പോ ഇങ്ങനെ അലർജീസ് കോസ് ചെയ്യുന്ന ഇത് കെമിക്കൽസ് ഒന്നും ഉണ്ടാവില്ലല്ലോ. നമ്മൾ തുണി, ബട്ടർ പേപ്പറെല്ലാം, കോട്ടൺ ക്ലോത്ത്, തുണി, പഞ്ഞി എല്ലാം ഉപയോഗിച്ച് തന്നെയാണ് നമ്മൾ പാഡ് ആക്കിയത്. 100% ഓർഗാനിക് ആയിട്ടുള്ള സാധനം, ബയോഡിഗ്രേഡബിൾ ആയ സാധനം കൊണ്ട് ഞങ്ങൾ നിർമ്മിച്ചത്. അല്ല, ബട്ടർ പേപ്പറും കോട്ടന്റെയും അതിന്റെ യൂസ് എന്താണ് ഇതില്? അബ്സോർബൻസ് ലീക്കേജ് വരാതിരിക്കാൻ സഹായിക്കും.
ജഡ്ജസ്. ശാസ്ത്രീയമായ സുരക്ഷ എന്നതിലപ്പുറം സ്ത്രീ ആരോഗ്യത്തെക്കുറിച്ചുള്ള ഒരു ബോധവൽക്കരണം എന്ന നിലയിലേക്ക് ഈ പ്രൊജക്റ്റിനെ അഡ്രസ്സ് ചെയ്ത നിങ്ങൾക്ക് ആദ്യമേ തന്നെ അഭിനന്ദനം. വളരെ നന്നായി പ്രസൻറ്റ് ചെയ്തു. തുടർ പ്രവർത്തനങ്ങൾ ചെയ്യാനൊരു അവസരം കിട്ടിയാൽ നിങ്ങൾ എന്തൊക്കെ ചെയ്യും? നമ്മൾ ഉണ്ടാക്കിയ ഈ പാഡ് നമുക്ക് മാർക്കറ്റിൽ വിൽക്കണമെന്ന് നമുക്കുണ്ട്. അപ്പോൾ നമ്മളിത് തിരുവനന്തപുരത്തുള്ള പട്ടത്ത് ശാസ്ത്ര സാങ്കേതിക കൗൺസിലിന് പാറ്റന്റിന് അപേക്ഷിക്കാൻ തീരുമാനിക്കുന്നുണ്ട്. അങ്ങനെ അപേക്ഷിച്ചാൽ ഇത് സമ്മതിച്ചാൽ നമുക്ക് മാർക്കറ്റിൽ ഇത് വിൽക്കാം. പിന്നെ ഇപ്പം പലവർക്കും കൂടി കുറച്ചും കൂടി എന്താ പറയുക, ഒരു ബോധവൽക്കരണം പഞ്ചായത്ത് തലത്തിലെല്ലാം ഞങ്ങൾ നടത്താൻ തീരുമാനിക്കുന്നുണ്ട്. സമയപരിധി ഉള്ളതുകൊണ്ട് ഇതൊന്നും ഞങ്ങൾക്കങ്ങനെ സാധിച്ചിട്ടില്ല. ഓൾ ദി ബെസ്റ്റ്. അപ്പോൾ എൻ്റെ പേര് പുണ്യ. എൻ്റെ പേര് നന്ദിക. അപ്പോൾ നമ്മൾ കണ്ണൂർ ജില്ലത്തെ കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നാണ്. അപ്പോൾ നമ്മളിവിടെ കുസാറ്റിൽ സ്റ്റേറ്റ് തല സ്ലാം മോഡൽ മത്സരത്തിന് സ്ട്രീം പ്രൊജക്റ്റിന് വേണ്ടിയിട്ടാണ് ഞങ്ങളിവിടെ വന്നത്. സാനിറ്ററി നാപ്കിൻ്റെ ഉപയോഗ ശാസ്ത്രം എന്ന ടോപ്പിക്കിലാണ് നമ്മൾ പ്രൊജക്റ്റ് ചെയ്തത്. അപ്പോൾ ഈ ഒരു പ്രൊജക്റ്റ് എടുക്കാൻ ഞങ്ങൾക്ക് അതായത് കുറേ കാരണം ഉണ്ടെങ്കിലും നമ്മൾ ഇപ്പോൾ ഗേൾസിന് ഈ പീരിയഡ്സ് ആകുമ്പോൾ അത് അവർക്ക് സമൂഹത്തിനോട് പറയാൻ ഭയങ്കര ഷൈ ആണ്. അപ്പം അതുകൊണ്ടും പിന്നെ ഈ സാനിറ്ററി നാപ്കിൻ നമ്മൾ ശാസ്ത്രീയമായിട്ട് ഉപയോഗിച്ച് നമുക്ക് ഇങ്ങനത്തെ അസുഖങ്ങളൊന്നും വരില്ല. പക്ഷേ ഇത് അശാസ്ത്രീയമായി ഉപയോഗിച്ചാൽ നമുക്ക് അസുഖവും വരും. മാത്രമല്ല നമ്മൾ ഡോക്ടറെ കാണിച്ചില്ലെങ്കിൽ ഗുരുതരമായ അവസ്ഥയിലേക്ക് നയിക്കുന്നു നമുക്ക്. അങ്ങനെ നമ്മളിതിലൂടെ കണ്ടെത്തി. അപ്പോൾ ഇതെല്ലാം വെച്ചിട്ടാണ് നമുക്ക് ഈ ഒരു പ്രൊജക്റ്റ് ചെയ്യണമെന്ന് ഉണ്ടായത്. അപ്പോൾ നമ്മൾ ഒരു ദിവസം പെട്ടെന്നൊരു പേപ്പർ കട്ടിങ് എല്ലാം കണ്ടിട്ടാണ് നമുക്ക് പെട്ടെന്നൊരു ഐഡിയ വന്നത് ചെയ്യാൻ വേണ്ടിയിട്ട്. ഈ സാനിറ്ററി നാപ്കിൻ്റെ ഉപയോഗം ചിലപ്പോൾ സർവിക്കൽ ക്യാൻസറിന് കാരണമാകാമെന്നൊരു ഇത് പേപ്പർ കട്ടിങ് കണ്ടു. അപ്പോൾ നമ്മൾ തുടങ്ങിയത് ഈ പ്രൊജക്റ്റിലേക്ക്. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി ഞങ്ങൾ 30 കുട്ടികൾ 3 സ്കൂളിനായിട്ട് ഞങ്ങൾ ചെയ്യാൻ തുടങ്ങിയ ഈ പ്രൊജക്റ്റ് ഇപ്പം നമ്മളിവിടെ ഞങ്ങൾ 2 പേർക്കാണ് പ്രസൻറ്റേഷൻ ചെയ്യാനുള്ള അവസരം കിട്ടിയത്. അപ്പോൾ ഞങ്ങളിപ്പോൾ ഇതിവിടെ എറണാകുളത്തിലുള്ള കുസാറ്റിലെത്തിയിട്ടുണ്ട്. അപ്പോൾ കുസാറ്റിൽ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഞങ്ങൾക്ക് ഉണ്ടായത്. നമ്മളെല്ലാവരും നല്ലോണം സപ്പോർട്ട് ചെയ്യുകയും ചെയ്തിരുന്നു. നമ്മൾ എന്ത് ചോദിച്ചാലും നമുക്ക് അപ്പം നമുക്ക് സഹായിക്കുകയും ചെയ്യാൻ അവരുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഇന്നലെ ഫീൽഡ് വിസിറ്റിനും എല്ലാം കൊണ്ടുപോവുകയെല്ലാം ചെയ്തു, പലതും കാണിച്ചു തരുമെല്ലാം ചെയ്തു. അപ്പോൾ നമുക്ക് പുതിയ കുറേ കാര്യങ്ങളെല്ലാം എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റി. കുറേ നല്ല നല്ല സംഭവം നമ്മൾ കണ്ടു. കാണാത്തതായിട്ടുള്ളത് കുറേ സംഭവം നമ്മൾ ഇന്നലെയും ഇന്നായിട്ട് ആദ്യമായിട്ട് നമ്മൾ കണ്ട്. അപ്പോൾ നല്ലൊരു അനുഭവമായിരുന്നു. താങ്ക് യു.